കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ ദിലീപിന്റെ പിറന്നാൾ ആഘോഷം അതിഗംഭീരമായിട്ട് കാർത്തികയുടെ വീട്ടിൽ വെച്ച് നടക്കുകയാണ്. കേക്ക് കട്ടിത്തും മറ്റുമൊക്കെ നല്ല ഭംഗിയൊക്കെ തന്നെ നടന്നു. പിന്നീട് അങ്ങനെ അവര് പോകാനിട്ടൊക്കെ ഒരുങ്ങുന്ന സമയത്ത് കൂട്ടുകാരന്മാര് പറഞ്ഞു, എടാ ഇവിടം വരെ വന്നതല്ലേ, നിന്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണല്ലേ, കുറച്ച് സമയം സംസാരിച്ചിട്ട് വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, ഒരു കാര്യം ചെയ്യാം, ഇത്തിരി സമയം സംസാരിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ കാർത്തിക ദിലീപിനെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് വേലു പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. രതീഷ് വന്നിട്ട് എന്താ വേലു, അതെ ഈ ഫംഗ്ഷന്റെ ഒരുക്കങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിനക്കും അമലുവിനെ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേലു പറഞ്ഞു, കല്യാണം കഴിക്കണോ എനിക്ക് അവളെ, പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് രതീഷ് സാറേ, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവനെ തീർക്കണമെന്ന് പറയണം. അതെ ഒരു കാര്യം ചെയ്യ, നീ അമലുവിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരെ, ഇവിടെ ഒന്ന് താമസിക്കുക, കിരൺ സാർ അതിന് വേണ്ട സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാം നിനക്ക് ചെയ്തു തരും. ഏയ് അത് നമുക്ക് ശരിയാവത്തില്ല, നമുക്ക് നാട്ടിൽ വന്ന് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ആ കാടും മലദൈവങ്ങളും അവിടെയുള്ള സെറ്റപ്പൊക്കെയാ താല്പര്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, ഒരു കുറച്ച് നാള് നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ പറയും നിനക്ക് ഇവിടെ നിന്നാ മതി, അങ്ങോട്ടേക്ക് തിരികെ പോണ്ടാന്ന്. അത് ശരിയാവത്തില്ല, അമലുവിന്റെ അമ്മ അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ല. പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് വരൂന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നേ, കല്യാണത്തിന് മുമ്പ് വൃത്തിയായിട്ടവനെ ഞാൻ തീർക്കും. എന്റെ മാമനെ തീർത്താണെങ്കിൽ അവൻ ജീവനോടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലദൈവങ്ങളാണ് സത്യം, അവന്റെ നെഞ്ചത്ത് ഞാൻ കത്തികുത്തിയിറക്കുമെന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, അവനെ തീർക്കാനായിട്ട് കാത്തിരിക്കുന്നവരല്ലേ വേലു നമ്മളെല്ലാവരും, ആരുടെ കൺമുന്നിൽ അവനെ കിട്ടുന്നോ അവനെ തീർക്കും. കഴിഞ്ഞ തവണ തന്നെയാണെങ്കിലും കിരൺ സാറ് നല്ല വണ്ണം ചത കൊടുത്തിട്ടല്ല അവനെ വിട്ടത്, ഇടിച്ച് ഇഞ്ച പരുവാക്കി വിട്ടതാ. തൽക്കാലത്തേക്ക് അവൻ രക്ഷപ്പെട്ടു, പക്ഷെ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാർത്തികയുടെ കല്യാണം എങ്ങാനും മുടക്കാൻ ഇങ്ങോട്ടേക്ക് വന്ന സത്യമാണെങ്കിൽ പിന്നെ അവന്റെ ബോഡി ആയിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേലു പറഞ്ഞു, ആ കൃത്യം ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കാനും എനിക്ക് സമ്മതമാന്ന് പറയണ. ജയിലിലൊന്നും പോയി കിടക്കേണ്ട വരത്തില്ല, അവന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുക പോലീസുകാര്, അത്രയ്ക്ക് വലിയൊരു കൊടും ക്രിമിനൽ അല്ലേ അവന്, അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കാർത്തികയെ ദിലീപും കൂടെ മുറിയിൽ സംസാരിക്കണ സമയത്ത് കാർത്തിക ദിലീപിനോട് പറഞ്ഞു, ദിലീപേട്ടാ സൂക്ഷിക്കണം, ഇവിടുന്ന് പോകുമ്പോഴേക്കാണേലും അറിയാലോ അവന്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല, അവന് ഇരുട്ടിന്റെ മറവിലാണ് ഏറ്റവും കൂടുതൽ പാത്തും പതുങ്ങി ഇറങ്ങി നടക്കുന്നത്, എപ്പോഴേതു വിധേന വരൂന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് എന്നെ തീർക്കാൻ വന്നു കഴിഞ്ഞപ്പം എന്റെ കൈ തോക്കുണ്ടായിരുന്നുകൊണ്ട് എന്റെ അമ്മയുടെയും ജീവിതം രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ അവൻ എന്നെ തീർത്ത് കളഞ്ഞോനെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല എന്ന് പറയണം. ദിലീപേണ്ണ പേടി കാണത്തില്ല, പക്ഷെ ദിലീപേണ്ട അച്ഛനും അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല ഭയമുണ്ട്. ഞാൻ കാരണം ദിലീപേണ്ണ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചു. ശരി തന്നെ കാർത്തികെ, എന്നാലും നാളത്തെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ, കല്യാണം അങ്ങോട്ട് കഴിയും. അല്ല കല്യാണം കഴിഞ്ഞാലും അവനെ പേടിച്ചു വേണ്ടേ നമുക്കിവിടെ കഴിയാനായിട്ട്? അതാണോ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഹണിമൂൺ ട്രിപ്പ് ഇവിടുന്ന് ഒറ്റ മുങ്ങൽ അങ്ങോട്ട് മുങ്ങും, പിന്നെ അവന്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ഹണിമൂൺ നമ്മൾ പിന്നെ എങ്ങോട്ടാ പോകുന്നറിയാവോ? അത് കേട്ടുകഴിഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, ഇവിടെ എവിടെ പോയാലും അവൻ പിടികൂടുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് കേട്ടതും ദിലീപ് പറഞ്ഞു, നീ എന്തിനാ കാർത്തിയെ പേടിക്കണേ, ബിസിനസ് ഒക്കെ ചെയ്ത് അവിടെ ഇവിടെ എല്ലാം പോയി നിന്ന് നിനക്ക് നല്ല പരിചയമുള്ളതല്ലേ. ഇത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, അതെ നമുക്കേ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും നമ്മൾക്ക് ഹണിമൂൺ ട്രിപ്പ് പോകണ്ട, അങ്ങനെ പോയാലല്ലേ അവൻ വരത്തുള്ളൂ, നമുക്ക് നാട് വിട്ട് തന്നെ പോവാന്ന് പറയണം. നമുക്ക് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ ഹണിമൂണ് പോവാണെങ്കിൽ അവനെ പേടിക്കണ്ട, അവൻ അങ്ങോട്ടേക്ക് കയറി വരത്തില്ലല്ലോ, ഇവിടെ കിടന്നുള്ള കളിയൊക്കെയല്ലേ അവന്റെ നടക്കുള്ളൂ, പിന്നെ തീർക്കുമെന്നുള്ള പേടിയും വേണ്ട. അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞ കാര്യമൊക്കെ കാര്യമാ, പക്ഷെ എനിക്ക് ദിലീപേണ്ട കാര്യം എടുത്ത് പേടിയാ, ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പ് അവന് ഇവിടെ വരാൻ പറ്റാഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുമോന്ന്, അവന്റെ സ്വഭാവം ആയതുകൊണ്ട് അവൻ അതല്ല അതിലപ്പുറം ചെയ്യും, എന്നെ തറക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ദിലീപേണ്ണെ കൊല്ലാൻ വരെ അവൻ മടിക്കില്ല എന്ന് പറയണം. ദിലീപ് പറഞ്ഞു, എന്റെ കാര്യത്തെ എനിക്ക് പേടിയില്ല എന്ന് പറയണം, നീ നിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി കാർത്തിയെ. കാർത്തി പറഞ്ഞു, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ദിലീപേട്ട, കിരണേട്ടുണ്ട്, പിന്നെ അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്, അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും കച്ചികെട്ടി ഇറങ്ങിയിരിക്കുക, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. പക്ഷെ ദിലീപേണ്ട കാര്യത്തില
"ഹും, നിനക്കിപ്പോഴേ ഇത്ര പേടിയാണെങ്കിലോ നമ്മളെ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാ? ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കുക. സംഭവിക്കാനുള്ളതാണെങ്കിൽ ഏത് മാളത്തിൽ കയറി ഇരുന്നാലും സംഭവിക്കും. അതല്ല ദിലീപേട്ടാ, സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രെയിനിനോടെ തല വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നോക്കണം. ഒരു എപ്പോഴും ഒരു ജാഗരൂകത വേണമെന്നാ ഞാൻ പറഞ്ഞത്. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് ദിലീപ് പോകാനായിട്ട് ഇറങ്ങണേ. അങ്ങനെ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും കിരണൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കിരണോട് യാത്ര പറഞ്ഞ സമയത്ത് ദിലീപ് ചോദിച്ചു, അല്ല അച്ഛൻ എങ്ങനെയുണ്ട്? ചന്ദ്രസേന ഞങ്ങൾ വരുമോന്ന് ചോദിക്കുകയാണ് കിരണിനോട്. അച്ഛൻ വരണമെന്നും പറഞ്ഞിരിക്കുക. അച്ഛന് വരാതിരിക്കാൻ പറ്റില്ല. ഡോക്ടറോട് നേരത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചിരിക്കുക. കല്യാണത്തിന് വരാതിരിക്കാൻ അച്ഛന് പറ്റുമോ? അച്ഛനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാൽ മതി എന്ന് മാത്രമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടതും ദിലീപ് പറഞ്ഞു, അല്ല റിസ്ക് എടുത്ത് വരണ്ടാന്ന് പറ. അതൊന്നും പ്രശ്നമില്ല. അതിനുശേഷം അച്ഛന് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാന്ന് അച്ഛൻ പറയണേ. അതുകൊണ്ട് അച്ഛൻ ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, ഇപ്പൊ എല്ലാ കാര്യത്തിനും ഓടി നടക്കേണ്ടല്ലായിരുന്നു അങ്കിള്. ആ ദുഷ്ടം കാരണമല്ലേ? അതൊന്നും ഇനി ഇപ്പൊ ചിന്തിക്കണ്ട. പിന്നെ പോകുന്ന വഴി അറിയാലോ, കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും സൂക്ഷിക്കണം ദിലീപേ. കാരണം അവന് ഏത് വിധേനയും ചിലപ്പോൾ അങ്ങോട്ടേക്ക് ചിലപ്പോൾ കയറി വന്നെന്നിരിക്കും. അവൻ വേഷം മാറി വരാൻ വിദഗ്ധരാന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. അല്ല ദിലീപ് ഒത്തിരി ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ലോ? ഇല്ല, അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ല എന്ന് പറയണം. അറിയാവുന്നവരെ മാത്രം മണ്ഡപത്തിലെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അല്ലാത്തവരെ വേണ്ടെന്ന് പറയണം. കാരണം പരിചയമില്ലാത്തവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റില്ല. അവൻ ഏത് വേഷം മത്തി വന്ന് വരും നമുക്ക് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്ന് പറയണം. അങ്ങനെ യാത്ര പറഞ്ഞ് ദിലീപ് ഇറങ്ങുവാണ്. ഈ സമയത്ത് ഗംഗാപ്രസാദ് ദിലീപിന്റെ വീട്ടിലാണ്, കട്ടിലിനടിയിലാണ്. ഇതുവരെയായിട്ടും അവൻ എന്താ വരാത്തെ? വരവിനായിട്ട് ഇങ്ങനെ ഗംഗാപ്രസാദ് കാത്തിരിക്കുവാണ്. ദിലീപ് വന്ന് കിടക്കണം, കിടന്നു കഴിയുമ്പോൾ വേണം അവനെ തീർക്കാനായിട്ട് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സെന്നറിയ ആ സമയത്തുണ്ടായിരുന്നേ. എങ്ങനെ അവനെ കൊല്ലണമെന്നൊരു ചിന്ത. അവനെ തീർക്കുവാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം. അവിടെ നെഞ്ചത്തടിച്ച് കടിയോ ആ കാർത്തിക. പിന്നെ അവളുടെ കാര്യം കൂടെ കൂടുതൽ എളുപ്പമാണ്. അവിടുന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ദിലീപിനെ തീർക്കും എന്നുള്ള കാര്യം. എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചാണ് ഗംഗാപ്രസാദ് കട്ടിലിനടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. അതേ സമയത്ത് കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും, കിരണല്ല ദിലീപ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിരണിനോട് വന്ന് കല്യാണി പറഞ്ഞു, ഇനിയിപ്പോൾ ഒറ്റ രാത്രിയും കൂടെ ഇല്ലുള്ളൂ. ഈ രാത്രി നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറയണം. കിരൺ പറഞ്ഞു, അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കല്യാണി പറഞ്ഞു, ഇതുവരെ കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിരുന്നു. ഇനിയിപ്പം നാളത്തെ കാര്യമാണ്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, നാളെ അതിഗംഭീരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും മുത്തശ്ശി എന്ന് പറയണം. അല്ല നാളെ ഇനിയിപ്പം കാർത്തിമോളെ ഒരുക്കുന്ന ആരാന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ട്, അത് മതി. ഇന്ന് തന്നെ ആണെങ്കിലും നല്ല സുന്ദരിയായിട്ടല്ലേ, ഒരു രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു. നിങ്ങളെക്കാളും ഒക്കെ ചെറുപ്പമായിട്ടാ ഇന്ന് കാർത്തിമോളെ ഒരുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറയണം. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അത് പിന്നെ ചേച്ചി നല്ല സൂപ്പർ അല്ലേ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ അവർ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇതേ സമയത്ത് ദിലീപ് വീട്ടിലേക്ക് വരുക. ദിലീപിന്റെ അച്ഛനും അമ്മയും കാത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദിലീപിനോട് ചോദിച്ചു, എടാ ഇത്ര സമയം രാത്രിയാണ്ട് കാര്യം ഉണ്ടായിരുന്നോ? ഇത്ര വൈകിയത് എന്തിനാന്ന് ചോദിക്കണേ. അത് പിന്നെ അമ്മേ കുറച്ച് സമയം കേക്ക് കട്ട് ചെയ്ത് അവിടെ സംസാരിച്ചു, അതുകൊണ്ടാണ് താമസിച്ചെന്ന് പറയണം. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വരാണ്ട്, ഫ്രണ്ട്സൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെ ദിലീപ് സംസാരിക്കുന്നുണ്ട്. അവർക്ക് ആഹാരമൊക്കെ കൊടുക്കണം. അങ്ങനെ അവർക്ക് ആഹാരം എല്ലാം കൊടുത്തു കഴിഞ്ഞ് വരികയാണ്. അപ്പം മണിയറയും കാര്യങ്ങളും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചതിന് ശേഷം ദിലീപ് മണിയറയിലേക്ക് വരുവാണ്. അവിടെ നോക്കി നല്ല അടിപൊളിയായിട്ടല്ല അലങ്കരിച്ച് വെച്ചിരിക്കുക. നാളെ തനിക്കും കാർത്തികയുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുള്ള ആ സമയത്ത് ഗംഗാപ്രസാദിന്റെ അടിയിൽ കിടപ്പണം എന്നുള്ള കാര്യമൊന്നും ദിലീപിന് അറിയത്തുണ്ടായിരുന്നില്ല. ഗംഗാപ്രസാദ് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ദിലീപിന്റെ വരവിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയും പറയാം. ഒരു കാരണവശാലും അവനെ തീർക്കാനായിട്ട് പറ്റില്ല. മിക്കവാറും ദിലീപ് അന്ന് ആ മുറി കിടക്കാൻ പോലും വഴിയില്ല. കാരണം പിറ്റേ ദിവസം കാർത്തികയുടെ ഒപ്പം കിടക്കാനായിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നത് അറിയത്തില്ല. അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മുറിയല്ലേ. എന്താണെങ്കിലും നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഗംഗാപ്രസാദിന്റെ പദ്ധതികളൊക്കെ പൊളിയുക തന്നെ ചെയ്യും. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.